മേക്കപ്പ് ആർട്ടിസ്റ്റ് ദിവ്യ ബ്രിൻഡോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പോകുന്ന കുറച്ച് വീട്ടുവിശേഷങ്ങളൊക്കെ ആയിട്ട് തികച്ചും 2 ആഴ്ച കഴിയുമ്പോൾ ഡാഡി മമ്മി ഇങ്ങ് പറന്നെത്തും കേട്ടോ. അന്നേരം നമ്മുടെ വീടൊക്കെ പഴയ പോലെ ആക്കി കൊടുക്കണം. അത് മാത്രമല്ല നമ്മുടെ സ്റ്റുഡിയോയുടെ പണിയും നടക്കുന്നുണ്ട് കേട്ടോ. കൂടെ എൻ്റെ ബ്രിൻഡോയുടെ സ്റ്റുഡിയോ റെഡി ആവുന്നുണ്ട് മേളിൽ. അപ്പോൾ ഇത്ര ആൾ ഞങ്ങളുടെ റൂമിൽ തന്നെ ഒരു സൈഡിൽ ബ്രിൻഡോയുടെ ഒരു സൈഡിൽ എൻ്റെയും സാധനങ്ങളായിരുന്നു. അതായത് മേക്കപ്പ് സാധനങ്ങളും എഡിറ്റിംഗ് ഡ്രോൺ അങ്ങനെയുള്ള സാധനങ്ങളും തമ്മിൽ അടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സ്പേസിന് വേണ്ടിയിട്ടുള്ള മുട്ടനടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഞങ്ങളുടേതായ ലോകം ഞങ്ങൾ ഇതേ മേളിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചധികം മേക്കപ്പിനൊക്കെ സാധനങ്ങളാണ്, അതെല്ലാം നമ്മളൊരു റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ സ്വസ്ഥമായിട്ടിരുന്ന് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് ഞങ്ങൾ രണ്ടുപേരും ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കായിരുന്നുണ്ട്. അപ്പോൾ താഴേന്ന് മേളിലേക്ക് ഒത്തിരി സാധനങ്ങളുണ്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചുമന്ന് മുട്ടുവേദന പിടിച്ചിട്ടു. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അധികം ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അതിനുള്ള ആലോചിക്കാനുള്ളൊരു ടൈമോ ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിവേ നമ്മൾ ഈ ഒരു മാസം ബ്രൈഡൽ വർക്കൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ സ്റ്റുഡിയോയുടെ പണിയും എല്ലാം ആയിട്ട് കുറച്ച് അധികം തിരക്കായിരുന്നു. വീടൊന്ന് റെനോവേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ആയിട്ട്. അപ്പോൾ സ്വന്തം ഐഡിയാസ് ആയതുകൊണ്ട് നമുക്ക് ഫുൾ അതിലേക്ക് നമുക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ചധികം തിരക്കായിരുന്നു. ഓൾമോസ്റ്റ് നമ്മുടെ തിരക്കുകളെല്ലാം കഴിയാറായി വരുന്നുണ്ട്, എല്ലാം സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ സ്റ്റെയർ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ മുകളിലേക്കുള്ള ഈ സ്റ്റെയർ അങ്ങ് കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആ ഒരു സ്പേസൊക്കെ ഭയങ്കര സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ മണ്ണ് നിറയ്ക്കലും പരിപാടികളൊക്കെ ആയിരുന്നത് കണ്ടോ. ഫുൾ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഏത് കളർ മണി പ്ലാന്റ് നടും എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. എനിക്ക് കുറച്ച് മഞ്ഞ കളർ മണി പ്ലാന്റ് നട്ടാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഭയങ്കര തീ പിടിച്ച വിലയാണ് നഴ്സറി എല്ലാം. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ ഒക്കെ പണിയുന്നതുകൊണ്ട് അധികം എക്സ്പെൻസ് കുറച്ച് കുറയ്ക്കാമെന്നുള്ള ഇതിൽ ഞാൻ മണി പ്ലാന്റ് ഉള്ള വീട്ടിൽ കൂടെ എല്ലാം പോയി. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം ഒന്നും കിട്ടിയില്ല കേട്ടോ. മഞ്ഞ കളർ മണി പ്ലാന്റ് ഇനി എവിടെ നിന്ന് കിട്ടുമെന്നുള്ളത് നോക്കണം. ഇനി നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളിലെല്ലാം നമുക്ക് ചിലവ് കുറയ്ക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. മണി പ്ലാന്റ് നടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇനി ഒന്നും കിട്ടിയത് നമ്മൾ മിക്സ് ചെയ്തങ്ങ് നടും അല്ല പിന്നെ. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് ഒരു റെയർ കളറ് മണി പ്ലാന്റ് നട്ടു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കയറി മുട്ടനാകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എടുത്തു വയ്ക്കാം. പിന്നെ വേറൊരു ചെടി നട്ടിട്ടുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ്. ഇത് ഫുൾ വളർന്നു കഴിയുമ്പോഴത്തേക്കും ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് ഞാൻ അകത്തിരുന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ പുറത്തെടുത്ത് വെച്ച് വേറൊരു ചട്ടിയിൽ നട്ടപ്പോഴത്തേക്കും ചീച്ചിലൊക്കെ മാറി പുതിയ ഇല വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഈ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യേണ്ട സ്ഥലം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ സ്റ്റെപ്സ് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും അവിടെയാണ് നമ്മൾ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. രസമുള്ളൊരു സ്പേസ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ. ഇത് നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കണം. അടിപൊളിയായിട്ട് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്തൊന്ന് എടുക്കണം. നല്ല രസമായിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഞാനൊരു പ്ലാന്റ് വാങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോയുടെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ആകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത്. ഇത് നമുക്ക് ആക്ച്വലി ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയായിരുന്നു. റെഡിമെയ്ഡ് പ്ലാന്റ് നമുക്ക് വാങ്ങണ്ടായിരുന്നു. എനിവേ നമുക്ക് സമയത്തിൻ്റെ ഒരു അഭാവം മൂലമാണ് നമ്മളിത് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ. ഇതിന് വെറും 300 റുപ്പീസാണ് ആയിട്ടുള്ളൂ. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. എനിക്ക് ലക്കിലി കിട്ടിയതാണ്. ഇതുപോലത്തെ 4 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ബ്രിൻഡോ ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് 4 എണ്ണം വാങ്ങിക്കൂടായിരുന്നോ ഇത്രയും വില കുറവ് കിട്ടുമ്പം എന്നൊക്കെ എന്നോട് പറഞ്ഞു. എനിവേ ഞാൻ ഒരെണ്ണം കേട്ടോ വാങ്ങിയുള്ളൂ. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. പിന്നെ നമ്മുടെ അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അക്വേറിയം ക്ലീൻ ആക്കിയിട്ട് ആകെ 2-3 മീനേ ഉണ്ടായിരുന്നുള്ളൂ. അവന്മാരെ നമ്മൾ നല്ല ക്ലീൻ വെള്ളത്തിലേക്ക് ഇട്ടു കേട്ടോ. നല്ല രസമാണ് ഇതുങ്ങളെ പിടിക്കാനൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ട് മീനുകളാണ്. പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങളുടെ വിശേഷം പറയുകയാണെങ്കിൽ അതുങ്ങളിപ്പോൾ ഭയങ്കര കളിയാണ് കേട്ടോ. എല്ലാവരും കിടന്ന് ഉറങ്ങുവാണെന്ന് തോന്നുന്നു. കൊക്കോ 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 എടുക്കണം. നോക്കി കൊക്കോ ഗേറ്റ് തുറന്നാൽ ചാടിപ്പോവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കക്ഷിയാണ് കേട്ടോ കൊക്കോ. ഒരു കുഞ്ഞിതേ ഇവിടെ ഇരിപ്പുണ്ട്. ആഹാ 3 എണ്ണം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. എല്ലാം കിടന്ന് ഉറങ്ങുവാന്ന് തോന്നുന്നു. മുത്തുമണികളെ കുക്കിരിയെ എന്നാടാ നല്ല ക്ഷീണാണോ നിനക്ക്? എന്നാ പറ്റിയേ എൻ്റെ ടുട്ടുടൂന് എന്നാ പറ്റിയേ? കൊക്കോ ഫുൾ ഫാമിലിയാണ് കേട്ടോ. ഇവിടെ ഫുൾ പൂച്ച ഫാമിലിയാണ്. ഇതുങ്ങളെ ഞാൻ കൊടുക്കാതെ വെച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. ക്യൂട്ടി വന്നിട്ട് ക്യൂട്ടി അമ്മേ ക്യൂട്ടി ടുട്ടു. ഞാൻ ഇവനെ ടുട്ടു എന്നും വിളിക്കും കൊക്കോ എന്നും വിളിക്കും കേട്ടോ. അവന് 2 പേരുണ്ട്. ഭയങ്കര പുന്നാര പൂച്ച അവൻ. അയ്യടാ എന്നാടാ ചക്കരവാവേ എൻ്റെ അണ്ണേ. അത് ഭയങ്കര ഇഷ്ടമാണ് ഇതിനിങ്ങനെ
ചൊറിഞ്ഞു കൊടുക്കുന്നതും തൂത്ത് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതുങ്ങളുടെ കൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് സ്പെൻഡ് ചെയ്യാനേ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കൂട് നിങ്ങൾക്കുള്ളത് ഭയങ്കര ഉപകാരം കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ ഇവർക്ക് ഓടിക്കളിക്കാനും ഒക്കെ സ്ഥലമുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ. എൻ്റെ അമ്മയും കുഞ്ഞുങ്ങളും കൂടെ ഇരിക്കണം നോക്കി. എൻ്റെ അമ്മയും കുഞ്ഞും സ്നേഹിക്കുന്നുണ്ട്. എന്ത് രസമാണെന്ന് നോക്കി. അയ്യോടാ, ഇതുങ്ങളുടെ ഈ ഒരു സ്നേഹപ്രകടനവും കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഒരു ഫുൾ ഡേ ഇവിടെ വന്നിരുന്നാലും നമുക്ക് സമയനഷ്ടമൊന്നുമില്ല. അത്രയും രസമാണ്. ഇതുണ്ടോ ടുട്ടു, പൂച്ചയപ്പൻ കണ്ടോ ഇരിക്കണുണ്ടോ? എന്തോ എൻ്റെ ഗൗരവമാണോ മതി. ഇങ്ങോട്ട് നോക്കേ. ഇവനെ മേടിച്ചടക്കി. ഇവൻ ഫുൾ ടൈം കടിയായിരുന്നു കേട്ടോ. എന്നെ കടിച്ച് പറിച്ചിട്ടുണ്ട് ഇവൻ. 10 പിള്ളേരുടെ അപ്പനായിരിക്കുന്നത്. 10 അതോ 8 എട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു. 8 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു 2 പ്രാവശ്യമായിട്ട്. ഇങ്ങോട്ട് നോക്കി. അവൻ അതിൻ്റെ എന്തെങ്കിലും ഒരു ജാട ഉണ്ടോ നോക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 100,000 കൂട്ടം തിരക്കുകളുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് റംബൂട്ടാൻ പറിക്കാൻ ആൾ വന്നു, അത് പറിച്ചു കൊടുത്തു. എന്നാലും കുറേ മിച്ചമുണ്ട് കേട്ടോ റംബൂട്ടാൻ. ഇതിലേക്ക് മൂക്കാനിട്ട റംബൂട്ടാനൊക്കെ കിടപ്പുണ്ട് ഉണ്ടോ. ഇപ്പോൾ നല്ല മൂത്ത് പാകമായിട്ടുണ്ട് കേട്ടോ. റംബൂട്ടാന് മുഴുവൻ നീറാണല്ലോ. നല്ല തോട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് പറിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അവരൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ റംബൂട്ടാൻ പറിക്കുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരത്തെ കയറിയാണ് ഫുള്ള് പറിച്ച് കേട്ടോ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു മുട്ടൻ തോട്ടിയാണ്, അത് വെച്ച് പറിച്ചാൽ നമ്മൾ 2 റംബൂട്ടാൻ പറിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇടപാട് തരും. ഇനി ഉടനെ ഒരു തോട്ടി ഉണ്ടാക്കണം, എന്നിട്ട് ഇതെല്ലാം പറിച്ചെടുക്കണം. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. വീട്ടുവിശേഷങ്ങളൊന്ന് ഷോർട്ടാക്കി പറഞ്ഞാണ്. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം എങ്ങനെ കടന്നു പോയെന്ന് എനിക്കറിയില്ല. അത്രയും തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. പല ആൾക്കാരും ഇങ്ങനെ വന്നും പോയിരിക്കും വീട്ടിൽ. ഒരു സൈഡിൽ കബോർഡിൻ്റെ ആൾക്കാർ വരുമ്പോഴത്തേക്കും വേറെ സൈഡിൽ വേറെ ആരെങ്കിലും വരും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കയറി വരും. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്താണെന്ന് നിങ്ങൾ മറന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഫുൾ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീട്ടുവിശേഷങ്ങൾ കേട്ടോ. പിന്നെ എല്ലാവരും എന്നെ എടുക്കുന്നു, സുഖമായിട്ടിരിക്കുന്നോ? ഒന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. പിന്നെ വേറൊരു കാര്യം, കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക്. കുറച്ചുകൂടി നല്ല ഫോട്ടോഷൂട്ട് ഓണമൊക്കെ വരാൻ പോലെ. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോഷൂട്ട്സൊക്കെ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഫുൾ തിരക്കാണ്, അതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ എന്താണേലും പൂർവാധികം ശക്തിയോടെ ഞാൻ തിരിച്ചു വരും. സ്റ്റുഡിയോയിലെ ഏകദേശം പണികളൊക്കെ നമ്മൾ ഒതുക്കിയിട്ടുണ്ട്. അപ്പം അടിപൊളി വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ.